നീ കോഫിയിൽ വിഷം ചേർക്കുന്നത് ഭാഗ്യത്തിന് ഞാൻ കണ്ടു. അതുകൊണ്ട് എനിക്കത് എടുത്തു മാറ്റാൻ സാധിച്ചു. നീ എന്തിനാ അതെടുത്ത് മാറ്റിയത്? എനിക്ക് ജയിലിൽ പോയേണ്ടി വന്നാലും സാരമില്ലായിരുന്നു. അവള് ചാവണമായിരുന്നു. എനിക്ക് അവളെ കൊല്ലണമായിരുന്നു. അവളും വിനയും ഒരുമിച്ച് ജീവിക്കുന്നത് കണ്ടുകൊണ്ട് കഴിയുന്നതിനേക്കാ ഭേദം അവളെ കൊന്നിട്ട് ജയിലിൽ പോകുന്നത് തന്നെയായിരുന്നു. ഗാർഗി, നീ ഈ ചെയ്യുന്നത് അബദ്ധമാണ്. ഇല്ല പാർവതി, എന്റെ വിനയനെ എന്നിൽ നിന്ന് തട്ടിയെടുത്ത അവളെ ജീവനോടെ ഈ ഭൂമിയിൽ വെച്ചേക്കാൻ പാടില്ല. അവളെ കൊല്ലണം, കൊന്നേ തീരൂ. ഗാർഗി, നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? അതെ, എനിക്ക് ഭ്രാന്ത് തന്നെയാ. അവള് അറിയ എന്റെ മുന്നിൽ നിൽക്കുന്നിടത്തോളം കാലം എന്റെ ഭ്രാന്ത് കൂടി കൂടി വരും. ഗാർഗി, സ്വന്തം ഭർത്താവിനെ മറ്റൊരു സ്ത്രീ വശീകരിച്ചെടുത്താ അത് സഹിക്കാൻ ഒരു ഭാര്യയ്ക്കും സാധിക്കില്ല. അത് ശരി തന്നെയാ. സ്വാഭാവികമായും ആ സ്ത്രീയെ കൊല്ലാനുള്ള പകയും വാശിയൊക്കെ തോന്നുകയും ചെയ്യും. പക്ഷേ അത് തീർക്കുന്നതിനുള്ള വഴി കൊലപാതകമൊന്നുമല്ല. അത് വിഡ്ഢിത്തരമാണ്. മാത്രമല്ല മഹാപാപവുമാണ്. ഒരുപക്ഷെ കോടതിയിൽ നിന്നും ജയിലിൽ നിന്നും എല്ലാം നീ രക്ഷപ്പെടുമായിരിക്കും. പക്ഷേ ദൈവത്തിന്റെ കോടതിയിൽ നിന്നും നിനക്കൊരിക്കലും രക്ഷപ്പെടാനാവില്ല ഗാർഗി. പിന്നെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? റീയും വിനയും തമ്മിലുള്ള ജീവിതത്തിന് എല്ലാ ആശീർവാദങ്ങളും ഒത്താശകളും നൽകി അവൾക്ക് പാദസേവയും ചെയ്ത് മിണ്ടാതെ എല്ലാം കണ്ടും കേട്ടും എന്റെ സങ്കടങ്ങൾ മുഴുവൻ ഉള്ളിലൊതുക്കി ഞാൻ ഇവിടെ കഴിയണോന്ന് അതാണോ നീ പറഞ്ഞു വരുന്നതിന്റെ സാരം? എന്ന് ഞാൻ പറയില്ല. സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി ഒരു നെരിപ്പോട് പോലെ ഒതുങ്ങി കഴിയേണ്ടവളല്ല സ്ത്രീ. പ്രതികരിക്കേണ്ടടുത്ത് അവൾ തീർച്ചയായും പ്രതികരിക്കണം. നേടേണ്ടത് അവൾ നേടിയെടുക്കണം. വിനയെ നീ ഒരിക്കലും റിയയ്ക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല. പറയാൻ എളുപ്പോ, പക്ഷെ വിനയ് ഒരിക്കലും എന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ ജീവിതം നശിച്ചു പാർവതി. എനിക്കത് നഷ്ടപ്പെട്ടു. എനിക്ക് നഷ്ടപ്പെട്ട ജീവിതം ഒരിക്കലും ആ റിയയ്ക്ക് കിട്ടരുത്. അത് മാത്രം ഇപ്പൊ എന്റെ ചിന്ത. വിനയ് നിന്റെ ജീവിതത്തിലേക്ക് തിരികെ വന്നാ നിന്റെ ഈ നിരാശയും പ്രയാസവും ഒക്കെ മാറുമല്ലോ. വിനയ് വരും. അവൻ ഇപ്പൊ എടുത്ത ഈ തീരുമാനം തെറ്റായി പോയെന്ന് തിരിച്ചറിഞ്ഞ് വിനയ് നിന്റെ അരികിലേക്ക് തന്നെ തിരിച്ചെത്തും. പക്ഷേ അതിനുവേണ്ടി നീ ക്ഷമയോടെ കാത്തിരിക്കണം. വിനയ് തിരികെ വരുമെങ്കിൽ അയാൾക്ക് വേണ്ടി എത്ര നാളെ കാത്തിരിക്കാനും ഞാൻ തയ്യാറാ. ഇത് വാക്കാണല്ലോ. വാക്ക്. എങ്കിൽ ബാക്കി കാര്യം ഞാൻ ഏറ്റു. പക്ഷെ റിയ, അവൾ എന്റെ മുമ്പിൽ അഹങ്കരിക്കുന്നത് എനിക്ക് സഹിക്കാനാവുന്നില്ല പാർവതി. അവളോട് നിനക്കുള്ള ദേഷ്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവളുടെ കൊമ്പൊടിക്കണം. ആദ്യം അത് നടക്കണം. എങ്കിലേ എനിക്ക് ഇത്തിരിയെങ്കിലും സമാധാനം ഉണ്ടാവും. വഴിയുണ്ട്. എന്തു വഴി? പാർവതി.